ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി സന്തോഷിച്ച് ചിരിച്ച് നടക്കുന്ന സമയത്ത് ചിലർ നമ്മൾ നോക്കി പറയാറില്ലേ, ഓ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് ഇത്ര തോൽവികളൊക്കെ വന്നതല്ലേ, ഓ നിങ്ങളിൽ ഇന്ന നെഗറ്റീവ്സ് ഒക്കെ ഇല്ലേ എന്ന് നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്യിക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചില സ്ഥലത്ത് ഫെയിലായി പോയ ചില സാഹചര്യങ്ങളായിരിക്കാം, നമ്മുടെ എന്തെങ്കിലും വീക്ക്നെസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി നമ്മുടെ ആ സന്തോഷത്തെ മുഴുവൻ ചോർത്തി കളയുവാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരുടെ ചില വാക്കുകളുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തൊക്കെ ഒരു ഫുട്ബോൾ കോർട്ടിലേക്ക് ഒരു പന്തടിച്ചിടുന്ന പോലെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓരോ മുറിവുകളൊക്കെ തന്ന് അവരിങ്ങനെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. പക്ഷേ ആ മുറിവുകളെ ഒന്ന് മുറിവുണക്കാൻ വേണ്ടി നമ്മളെടുത്ത ആ ഒരു ഇമോഷണൽ സ്ട്രെസ്സ്, നമ്മൾ കടന്നുപോയ ആ ഒരു ചലഞ്ചസ്, സിറ്റുവേഷൻസ്, നമ്മൾ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, ഇതൊന്നും ആ വ്യക്തി അറിയുന്ന പോലും ഉണ്ടാവില്ല. നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത്, നമ്മൾ എത്ര കാലമെടുത്തു ആ മുറിവുകളെയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുവാൻ, നമ്മുടെ മൈൻഡിനെയൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ എത്ര നാളെടുത്തു എന്നുള്ളത് നമുക്ക് ചുറ്റുമുള്ള ഒരു വ്യക്തിക്കും അറിയില്ല, നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം മുറിവുകളെല്ലാം ഉണക്കി കഷ്ടപ്പെട്ട് ഇങ്ങനെ സന്തോഷത്തിൻ്റെ പടവുകളൊക്കെ കയറി നമുക്ക് സന്തോഷമെന്ന് തോന്നുന്ന, ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് സന്തോഷമെന്ന് ഇത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളല്ലായിരിക്കാം, പക്ഷെ നമുക്ക് സന്തോഷമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ വീണ്ടും അവർ നമ്മെ മുറിപ്പെടുത്തുവാൻ വേണ്ടി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ നെഗറ്റീവ്സിനെ, നമ്മുടെ ഫെയിലിയോറിറ്റി എല്ലാം ഇങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിലൊന്നും നമ്മൾ തളർന്നു പോകേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവർ ചെയ്ത ഒരു കർമ്മം എന്ന് പറയുന്നത് ആ മുറിവ് നമ്മുടെ മനസ്സിലേക്ക് ഇടുക എന്നുള്ളത് മാത്രമാണ്. ശരിക്കും പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ജിമ്മിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ചെയ്യുന്ന ഓരോ വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ മസിൽ ആദ്യമൊക്കെ ഒത്തിരി സ്ട്രെസ്ഫുൾ ആവും. പക്ഷേ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വെയിറ്റ് എല്ലാം നമ്മൾ ക്യാരി ചെയ്ത് നമ്മളെ കുറച്ചുകൂടെ ഒന്ന് ഫിസിക്കലി സ്ട്രോങ് ആക്കുവാൻ വേണ്ടിയാണ് അതെല്ലാം സഹായിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ മുറിവുകളും നമുക്ക് കിട്ടുന്ന, സത്യം പറഞ്ഞാൽ ഓരോ ഗിഫ്റ്റായിട്ട് നമുക്ക് കരുതുവാൻ സാധിക്കും. കാരണം അതൊക്കെ നമ്മളെ കൂടുതൽ ഇമോഷണലി ഫിറ്റാക്കി സ്ട്രോങ് ആക്കി മാറ്റി എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരെ മറന്നു വിടുക. കാരണം അതൊന്നും നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടു, നമ്മളെങ്ങനെയാണ് സിറ്റുവേഷനിൽ എത്തിയതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ പാടെ മറന്നു വിടുക. ബൈബിളിൽ പറയുന്ന പോലെ പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ള ലാക്കിലേക്ക് സ്ഥിരതയോടെ ഓടുക. ഓക്കെ.